യാത്രക്കാർക്ക് ആകർഷകമായ പുത്തൻ പരിഷ്കരണങ്ങൾ ഓൺലൈൻ ടിക്കറ്റ് റിസർവേഷനിൽ നടപ്പാക്കാൻ കെഎസ്ആർടിസി നിലവിലുള്ള റീഫണ്ട് നിയമങ്ങൾക്ക് പുറമെ യാത്രക്കാർക്ക് കൂടുതൽ പ്രയോജനകരമായ രീതിയിലുള്ള മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഓൺലൈൻ റിസർവേഷൻ പോളിസി പരിഷ്കരിച്ചിരിക്കുന്നത്. സർവീസ് വൈകിയാൽ ഓൺലൈൻ റിസർവേഷൻ വഴി ടിക്കറ്റ് എടുത്ത യാത്രക്കാരന് മുഴുവൻ തുകയും തിരികെ നൽകുമെന്നതാണ് ഏറ്റവും ആകർഷകമായ പരിഷ്കരണം. ഓൺലൈൻ റിസർവേഷൻ സേവനദാതാവ് കാരണം ഉണ്ടാകുന്ന സാങ്കേതിക പിഴവുകൾക്ക് അവരിൽ നിന്നും തന്നെ പണം പിഴയായി ഈടാക്കി യാത്രക്കാർക്ക് നൽകും. ഏതെങ്കിലും കാരണവശാൽ സർവീസ് റദ്ദാക്കിയാൽ റീഫണ്ട് തുക 24 മണിക്കൂറിനുള്ളിൽ യാത്രക്കാരന് തിരികെ നൽകും. ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും പണം തിരികെ ലഭിക്കുക. വാഹനത്തിന്റെ തകരാറോ അപകടമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ നിശ്ചിത ദൂരത്തേക്ക് സർവീസ് നടത്താതെ വന്നാൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ റീഫണ്ട് ചെയ്യും. ഇതിനാവശ്യമായ രേഖകൾ ഇൻസ്പെക്ടർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഐടി ഡിവിഷൻ കാലതാമസം കൂടാതെ നൽകണമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പരിഷ്കരണം. റീഫണ്ട് നൽകുന്നതിന് ആവശ്യമായ രേഖകൾ ഹാജരാക്കുന്നതിലോ രേഖകൾ ലഭിച്ചതിനു ശേഷം റീഫണ്ട് നൽകുന്നതിലോ ഉദ്യോഗസ്ഥരിൽ നിന്നും കാലതാമസം നേരിട്ടാൽ ബന്ധപ്പെട്ടാൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് പിഴയായി ഈ തുക ഈടാക്കും. 2 മണിക്കൂറിലധികം വൈകി സർവീസ് പുറപ്പെടുകയോ സർവീസ് നടത്താത്ത സാഹചര്യമോ ഉണ്ടായാൽ യാത്രക്കാരൻ യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ മുഴുവൻ തുകയും തിരികെ നൽകും. റിസർവേഷൻ സോഫ്റ്റ്വെയറിന്റെ സാങ്കേതിക തകരാർ കാരണം ട്രിപ്പ് ഷീറ്റിൽ ടിക്കറ്റ് വിശദാംശങ്ങൾ കാണാത്ത സാഹചര്യം ഉണ്ടായാൽ യാത്രക്കാരൻ യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ മുഴുവൻ തുകയും തിരികെ നൽകും. നിശ്ചിത പിക്കപ്പ് പോയിന്റിൽ നിന്ന് യാത്രക്കാരനെ ബസ്സിൽ കയറ്റിയില്ല എങ്കിൽ ഈ ക്ലെയിമിന് കെഎസ്ആർടിസി ഉത്തരവാദിയാണെങ്കിൽ മുഴുവൻ തുകയും യാത്രക്കാരന് തിരികെ ലഭിക്കും. ഷെഡ്യൂൾ ചെയ്ത് ഉയർന്ന ക്ലാസ് സർവീസിന് പകരം ലോവർ ക്ലാസ് സർവീസ് ഉപയോഗിച്ചാണ് യാത്രക്കാർ യാത്ര ചെയ്തില്ലെങ്കിൽ യാത്രാ നിരക്കിലെ വ്യത്യാസം തിരികെ നൽകും. യാത്രാ ഫീക്കിടെ ക്ലെയിമിന്റെ പ്രൂഫ് ഹാജരാക്കാത്തതിനാൽ യാത്രക്കാർക്ക് ഓൺലൈൻ മൊബൈൽ ടിക്കറ്റ് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ എടിഎം ടിക്കറ്റ് വാങ്ങി യാത്രക്കാരന് ഇതേ ബസ്സിൽ യാത്ര ചെയ്തിരിക്കണമെന്ന നിബന്ധനയ്ക്ക് വിധേയമായി അടിസ്ഥാന നിരക്കിന്റെ 50% റീഫണ്ട് ചെയ്യും. ഈ സാഹചര്യത്തിൽ എടിഎം ടിക്കറ്റിന്റെ പകർപ്പ് നിർബന്ധമാണ്. യാത്രക്കാരൻ യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ റീഫണ്ട് അനുവദിക്കില്ല. നിലവിലെ റിസർവേഷൻ പോളിസിയിലുള്ള ന്യൂനതകൾ പരിഹരിക്കുന്നതിനായി കെഎസ്ആർടിസി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ വിശദമായ പരിശോധനയുടെ ഫലമായാണ് യാത്രക്കാർക്ക് ഗുണകരമായ രീതിയിൽ ടിക്കറ്റ് റിസർവേഷൻ പോളിസി വിപുലീകരിച്ചത്. ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം. തങ്കമാണു നീ, Be a Rajakumari. Rajakumari Gold and Diamonds. The trust of Travancore. Rajakumari.